വാക്ക് പാലിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പുലിക്കളി സംഘങ്ങൾക്ക് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ഉടൻ വിതരണം ചെയ്യും. പുലിക്കളി സംഘങ്ങൾക്കായി വിതരണം ചെയ്യുന്നത് 24 ലക്ഷം രൂപ. കേന്ദ്ര സർക്കാരിനും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കുമെതിരെ പുലികളി സംഘത്തെ രംഗത്തിറക്കുവാനുള്ള ഇടത് വലത് മുന്നണികളുടെ നീക്കങ്ങളും ഇതോടെ പാളിയിരിക്കുകയാണ്. സാനു കെ സജീവാണ് കൂടുതൽ വിവരങ്ങൾ നൽകുവാനായി ചേരുന്നത്. സാനു, എന്തായാലും ഈ ഇടത് വലത് മുന്നണികളുടെ നീക്കങ്ങളൊക്കെ പാളിക്കൊണ്ട് എന്തായാലും കൃത്യമായി തന്നെ തുക പുലിക്കളി സംഘങ്ങളിലേക്ക് എത്തുന്നു. അങ്ങനെ തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അത് തന്നെയാണ്. കാരണം 2025 പുലികളി സംഘങ്ങൾക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള ധനസഹായം ഈ കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കാതെ വന്നതോടുകൂടിയാണ് ആ ഫണ്ട് മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധം, ആ പ്രതിഷേധങ്ങൾക്കൊക്കെ പിന്നിൽ ഇടത് വലത് മുന്നണികളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഫണ്ട് ലാപ്സ് ആകുന്ന ഒരു സാഹചര്യത്തിന്റെ വക്കിലൊക്കെ കാര്യങ്ങൾ എത്തിയതാണ്. ആ സമയത്ത് വലിയ രീതിയിൽ ഈ പുലിക്കളി സംഘങ്ങളെയൊക്കെ രംഗത്തിറക്കിക്കൊണ്ട്, അല്ലെ അവർക്കൊക്കെ മറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ കേന്ദ്ര സർക്കാരിനും അതേപോലെ തന്നെ സുരേഷ് ഗോപിക്കും എതിരെയൊക്കെ രംഗത്തിറക്കി വലിയ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. അതിനുശേഷം പ്രതിഷേധ പുലികളി അടക്കം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോപ്പുകൂട്ടലൊക്കെ നടക്കുന്ന സമയത്താണ് സുരേഷ് ഗോപി ഈ പുലികളി സംഘങ്ങളെ നേരിട്ട് തൻ്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ച് ഒരു ചർച്ചയൊക്കെ നടത്തി. എങ്ങനെയാണ് ഈ ഫണ്ട് മുടങ്ങാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടായത്, സംസ്ഥാന സർക്കാർ ഏത് തരത്തിലാണ് ഈ ഫണ്ട് വന്നതിനോട് പ്രതികരിച്ചതെന്നടക്കമുള്ള കാര്യങ്ങളിൽ പുലികളി സംഘങ്ങൾക്ക് കൃത്യമായിട്ടൊരു വ്യക്തത നൽകിയിരുന്നു. അതിനുശേഷം അവർക്കൊരു വാക്ക് നൽകിയിരുന്നു. ഈ അടുത്ത പുലികളി, അതായത് 2026 പുലികളി നടക്കുന്നതിന് മുൻപ് തന്നെ ഈ ലാപ്സായി പോയ പണം, അല്ലെങ്കിൽ ഈ ലഭിക്കാതെ പോയ പണം അത് താൻ ലഭ്യമാക്കും എന്നുള്ള ഒരു ഉറപ്പ് ഈ പുലികളി സംഘങ്ങൾക്ക് നൽകിയിരുന്നു. എന്തായാലും ആ ഉറപ്പ് പാലിക്കപ്പെട്ടിരിക്കുന്നു. 24 ലക്ഷം രൂപയാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. ഉടൻ തന്നെ ആ പണം ഓരോ പുലികളി സംഘങ്ങൾക്കും വിതരണം ചെയ്യുമെന്നാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത്. കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ, ഈ ഫണ്ട് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാർഗനിർദ്ദേശങ്ങളും ഈ ഒരു ലെറ്ററിൽ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള കത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതായത് ഇൻക്രെഡിബിൾ ഇന്ത്യയുടെ ലോഗോ അടക്കം വെക്കുന്ന കാര്യത്തിൽ ഒരു വ്യക്തത വേണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലോഗോ വെക്കണമെന്നടക്കമുള്ള മാർഗനിർദ്ദേശങ്ങൾ മുൻപ് നൽകിയത് അത് പാലിക്കാതെ വന്നതോടുകൂടിയാണ് ഈ ഫണ്ട് ലഭ്യമാക്കുന്നതിന് വിഘാതമായി മാറിയത്. എന്തായാലും അത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങളെല്ലാം പാലിക്കാം എന്നുള്ളൊരു തീരുമാനം തത്വത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായതോടുകൂടിയാണ് സുരേഷ് ഗോപി നേരിട്ട് ഇടപെട്ട് ഈ ലാപ്സായി പോയ പണം വീണ്ടും അനുവദിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പുലികളി സംഘങ്ങൾക്ക് ആശ്വസിക്കാം. ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നൊന്നും ഒരു രൂപ പോലും ഒരു ധനസഹായവും നൽകിയിട്ടില്ല. പുലികളി സംഘങ്ങളൊക്കെ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന വേളയിലാണ് കേന്ദ്ര സർക്കാരിന്റെയും ഒപ്പം തന്നെ സുരേഷ് ഗോപിയുടെയും ഇടപെടലോടുകൂടി ആ ഒരു ഫണ്ട് വരുന്നത്. എന്തായാലും 2026 പുലികളിക്കും ഈ ഒരു ഇനിയുള്ള കാലങ്ങളിലും പുലികളിക്ക് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പിന്തുണ ഉണ്ടാകുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും പുലികളി സംഘങ്ങൾക്കൊക്കെ വലിയ രീതിയിലുള്ള ഒരു ആശ്വാസമാണ് ഇപ്പോഴത്തെ നിലപാടിലൂടെ, ഇപ്പോഴത്തെ തീരുമാനത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്. ശരി, വ്യക്തമാണ്. സാനു കെ സജീവാണ് തൃശ്ശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.